വി ഗോവിന്ദൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർക്കശമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കൾ മദ്യപിക്കരുത്, പാർട്ടി സഖാക്കൾക്ക് പക്ഷേ ബാറ് തുടങ്ങാം, അതൊക്കെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. അതിൽ ബാറ് തുടങ്ങാം പക്ഷേ മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ ഇ.കെ. നായരുടെയും യെച്ചൂരിയുടെയും കാര്യത്തിലൊക്കെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുമോ? അവർ ഈ ഭൂമുഖത്തില്ല, അപ്പോൾ എന്നുള്ള സംശയം കൂടെ വരും. അപ്പോൾ ഈ നേതാക്കളൊക്കെ പഴയ നേതാക്കളെല്ലാം തന്നെ പുകവലിക്കുന്നവരായിരുന്നു. ഇ.കെ. നായർ ബീഡിയാണ്. മാറിയ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം അല്ല, ഞാൻ പറഞ്ഞു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ല, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വിമർശനം നടക്കുമ്പോൾ മദ്യപാനം നിർബന്ധമായി പാടില്ല സഖാക്കൾക്ക് എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് എം വി ഗോവിന്ദനും അറിയാവുന്നതാണ്. അല്ല, അങ്ങനെ ഒരു അടിസ്ഥാന ആശയം അതൊന്നുമില്ല. അപ്പൊ മാർക്സും ഇതൊന്നും കള്ളുടിച്ചിട്ടൊന്നുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക നിയമമുണ്ട്. നിങ്ങൾ നോക്കൂ, CPM-ന് അതിൻ്റെതായ രേഖയില്ലേ? CPM-ന്റെ അടിസ്ഥാന രേഖയിൽ രേഖയിൽ അതാണ്. ഇവിടെ സഖാക്കൾ ആരും മദ്യപിക്കില്ല. ഞാൻ ഇപ്പൊ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അല്ല, വിയോജിപ്പ് പറഞ്ഞോളൂ, ഞാൻ എന്റെ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. മദ്യപാനം എന്നുള്ളത് നിർബന്ധമായും പാടില്ല, ഒരു സഖാക്കളും അങ്ങനെ മദ്യപിക്കുന്ന ഒരാൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് ഏത് മൂഢസ്വർഗത്തിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നടപ്പാക്കാവുന്ന കാര്യമല്ല. രഹസ്യമായിട്ടായാലും നേതാക്കളും കഴിക്കുന്നുണ്ടാകും, സഖാക്കളും കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതൊരു തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇത് ഉത്തരവാദിത്തത്തോട് കഴിക്കുന്ന ഒരു മദ്യപാനവും അല്ലാതെ കഴിക്കുന്ന മദ്യപാനവും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ വേറെയാണല്ലോ. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തിലെടുക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ മുൻപ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയപ്പോൾ, LDF ക്യാമ്പയിൻ നടത്തിയപ്പോൾ തന്നെ SFI നേതാക്കളടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിടയിൽ തന്നെ ഇതിൽ പെട്ടുപോയ സഖാക്കളുണ്ട്, അവരെ പുറത്തെത്തിക്കുക എന്ന ദൗത്യം ഞങ്ങൾക്കുണ്ടെന്ന് SFI നേതാക്കളും DYFI നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഗൗരവത്തിൽ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വിപ്ലവങ്ങൾ പറയാതെ പ്രായോഗികമായി, മറ്റെല്ലാ കാര്യത്തിലും പ്രായോഗികമാണല്ലോ ആലോചിക്കുന്നത്, പ്രായോഗികമായി പാർട്ടിയിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ഈ ഗൗരവത്തിലുള്ള ചർച്ചകൾക്കിടയിൽ ഒരു ചിരിക്കുള്ള വക നൽകി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.